വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ടൈറ്റിലും പിക്ചേഴ്സും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡിഷ് എന്നല്ലേ. അതെ, നമ്മുടെ സ്വന്തം മുട്ട മൊപ്പാസ്. അപ്പൊ ഈസ്റ്റർ ഡിഷായിട്ട് ഞങ്ങൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയും? ഈസ്റ്റർ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഫെസ്റ്റിവൽ ഡേ ആണല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് മടുത്തൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷ് തന്നെയാണ് ഈ മുട്ട മൊപ്പാസ്. ബ്രെഡിന്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും അപ്പത്തിന്റെ ഒപ്പവും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഡെയിലി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂടിയും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇപ്പോൾ വെജിറ്റബിൾ സബ്ജി, കടല റോസ്റ്റ്, ഇടയ്ക്ക് മുട്ട മൊപ്പാസ് ഒക്കെ മാറി മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം എനിക്കൊക്കെ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് കറിയൊക്കെ മാറി മാറി ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സൂപ്പർ ടേസ്റ്റിയാണ്. മുട്ട ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം മുട്ട പുഴുങ്ങാൻ തുടങ്ങുക. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 2 മുട്ട എടുത്തിട്ടുള്ളൂ. 2 മതി. ആ മുട്ട വെള്ളത്തിലേക്ക് പാത്രത്തിൽ നികക്കെ വെള്ളം ഒഴിക്കണം മുട്ടയ്ക്ക് മീതെ. എന്നിട്ട് 2 മുട്ട ഇതിലേക്ക് ഇട്ട് ഗ്യാസ് ഓൺ ചെയ്യുവാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം വേറൊരു സംഗതി ഓൺ ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകർക്ക് എങ്ങനെയാണുള്ളത് കേട്ടോ. ഈ മുട്ട നമ്മൾ പുഴുങ്ങുമ്പോൾ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെക്കണം. 1 2 ഈ ചില മുട്ട നമ്മൾ പുഴുങ്ങാനായിട്ട് ഇടുമ്പോൾ തൊണ്ട് ചിലപ്പോൾ പൊട്ടും. അങ്ങനെ പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ സ്വല്പം വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. കല്ലുപ്പോ പൊടിയുപ്പോ ഏതെങ്കിലും ഒരു പൊടിക്ക് ഇട്ടാൽ മുട്ട പൊട്ടൂല. അത് വെട്ടിക്കാണെങ്കിൽ അമ്മായിയുടെ ടിപ്പാട്ടോ, അമ്മായിയുടെ ടിപ്പാ. ഒരു ചെറിയ സ്പൂൺ സ്വല്പം മതി. ഉപ്പ് അതിലേക്ക് ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി വെക്കാം. മുട്ടട്ടെ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. 10 മിനിറ്റ് വേണം അല്ലേ? ഫുൾ പുഴുങ്ങണം. അതെന്നാന്നോ വെള്ളം തിളച്ച് വരണ്ടേ. വെള്ളം തിളച്ചാണെങ്കിൽ അത്രയും സമയം വേണ്ടി വരില്ല. ഫുൾ വെന്തിരിക്കണമല്ലോ. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ച് ഇത് മൂടിയെ തന്നെ വെച്ച് ബർണറിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ കറി ആകുമ്പോഴത്തേക്കും റെഡി ആയാൽ മതി. അടച്ചു വെക്കട്ടെ. മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ആണ് എടുത്തേക്കണത്. അത് പൊട്ടറ്റോ തൊണ്ട് ചെത്തി കഴിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. അതിൻ്റെ കറ പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ബ്രൗൺ കളർ പോലെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളത്തിലിട്ട് കഴുകി വാരി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചേക്കുവാണിത്. ഇപ്പോൾ നമ്മളിനിപ്പോൾ അടുപ്പത്തേക്ക് വെക്കാൻ പോകുവാണല്ലോ, അതുകൊണ്ടാണ്. ഇനി വേണ്ടത് ഒരു വലിയ സവോള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന് മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. പച്ചമുളക് എരിവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ പതിവ് വേപ്പില, ഫ്രഷ് ആയിട്ടുള്ള വേപ്പില. പിന്നെ എടുത്തേക്കണത് ഒരു 3 ദളം വെളുത്തുള്ളിയും 2 ദളം ചുവന്നുള്ളിയും ഒരു പൊടിക്ക് ഇഞ്ചിയും കൂടി ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിനായിട്ടുള്ള പൊടികളാണ്. ആദ്യം എരിവ് മുളക് പൊടി അറിയാലോ. അളവുകളെല്ലാം സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ പൊടികളൊന്ന് കാണിക്കണമെന്നുള്ളൂ. സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. അത് കൂടുതൽ വേണം കേട്ടോ ഈ കറിക്ക്. അതെപ്പോഴും അങ്ങനെയാണ്. അളവുകളെല്ലാം കാണിക്കാവേ. പിന്നെ കുറച്ച് എഗ്ഗ് മസാല പൗഡറുണ്ട്, അതൊരു പിഞ്ച് മാത്രം ചേർത്താൽ മതി. അത് ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. പിന്നെ എന്താ വേണ്ടത്? പതിവ് പോലെ നമ്മുടെ ഉപ്പ്, പിന്നെ ഒരു മുഴുത്ത തേങ്ങ ചിരകി പിഴിഞ്ഞെടുത്ത് ഇത് വെള്ളം ചേർത്തടിച്ച 2-ാം പാല് 1/2 കപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് 1-ാം പാലാണ്, 3/4 കപ്പുണ്ട്. സ്വല്പം വെള്ളം ചേർത്ത് തിക്കായിട്ടുള്ള 1-ാം പാലാണിത്. 1ഉം 2ഉം പാലുകൾ മതി. 3-ാം പാല് ഇതിനകത്ത് ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. ഈ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല ഫാനിൻ്റെ കാറ്റായിരുന്നു. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആകുമെന്ന് കരുതിയാണ് ഞാൻ 2ാമത് വോയിസ് കൊടുത്തത് കേട്ടോ. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുവാണ്. ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണം.
നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവങ്ങളിൽ ഒന്ന് ഈ മുട്ട മൊപ്പാസാണ് കേട്ടോ. ആണോ? അതെ. അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുവാണ്. വേറെ ഒന്നുണ്ട് ഒരു സ്പെഷ്യൽ വിഭവം, അത് സസ്പെൻസ്. നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു. ചീനിച്ചട്ടിയിൽ നനവുണ്ടായിരുന്നില്ല, ഉണങ്ങിയിരുന്ന ചീനിച്ചട്ടിയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോക്കനട്ട് ഓയിൽ എന്നിട്ട് നമ്മൾ ഇഞ്ചിയും ഉള്ളിയും ചതച്ച് അതിലേക്ക് ആദ്യം അങ്ങ് ചേർത്തു. എല്ലാത്തിനും തുടക്കം അങ്ങനെയാണ്. അതാണ് ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സവോള ഉള്ളി ഇടാം. ഇതിൽ 1-2 ഇളക്കി വെച്ച് നമുക്ക് ഈ പച്ചമുളകും ചേർക്കാം, പൊട്ടറ്റോയും കൂടെ ചേർക്കാം. കാരണം ഇത് വേവാനുള്ളത് എല്ലാം വേവേണ്ടതല്ലേ, വഴക്കി എടുക്കുവല്ലോ, ജസ്റ്റ് പച്ചപ്പൊന്ന് മാറണം. പൊട്ടറ്റോ ചേർക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ കിടന്നിട്ട് വേവിക്കണം നമുക്ക്. ഞാൻ പറയാം. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഇട്ടേച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ്. അതെ, ഈസ്റ്ററിന് ഒരുപാട് കഷ്ടപ്പാടൊന്നും പെടണ്ട. ഇഷ്ടമുള്ളവർക്കല്ല. അതെ, പച്ചമുളകും വേപ്പിലയും ചേർത്തു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി വെച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. പറയാം, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ നമുക്ക് പോരായി അനുസരിച്ച് ചെയ്യാമല്ലോ. എന്തായാലും 1 സ്പൂൺ എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് പോരാ, ഒരു 1.5 ഇട്ടേക്കാം. കളിക്കാലം നമുക്ക് ലാസ്റ്റ് നോക്കാലോ. ഇളക്കട്ടെ കേട്ടോ. ഫുൾ ഫ്ലെയിമിലാട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സ്ലോയിലാക്കി വെച്ച് പൊടികൾ ചേർക്കാം. മുളക് പൊടി, എരിവ് മുളക് പൊടിയാട്ടോ. എരിവ് മുളക് പൊടി പറയാം. ഒരു കൂമ്പന കാണാമോ? ഒരു കൂമ്പന ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് മുളക് പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടെ കൂടുതൽ വേണം. മല്ലിപ്പൊടിയാണ് ഈ മപ്പാസിന് കൂടുതൽ വേണ്ടത്. ഒരു വടിച്ചും 1.25 കൂടെ. അപ്പോൾ 1.25 സ്പൂൺ ചേർത്തിട്ടുണ്ട് ഈ സ്പൂണിന് കേട്ടോ. മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മതി. അത് ഒരു പൊടിക്ക് മതി. കുറച്ച് ഇട്ടുള്ള മഞ്ഞപ്പൊടി. ഈ 3 പൊടികളും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇപ്പം സ്ലോയിലേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം കരിഞ്ഞു. പൊടികളൊന്ന് പച്ചപ്പൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് 2ാം പാൽ ഒഴിച്ചത് വേവിക്കണം. അങ്ങനെയാണ്. വളരെ സിമ്പിളാണ്. എടി കൊച്ച്, നമ്മൾ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കും പോലെ തന്നെ സെയിം. മപ്പാസുകളെല്ലാം ഒരേ മോഡല്. കഷ്ണങ്ങളുടെ വ്യത്യാസം ഇതേ ഉള്ളൂ. ഇതേ ഉണ്ടാവുള്ളൂ. നമുക്ക് 2ാം പാലിന്റെ 3/4 അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആദ്യം. അതിൽ കിടന്ന് വേവട്ടെ. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കാം. കാണിക്കാം. കാണാമോ? കാണാം. ഇതിൽ 3/4 അങ്ങ് ഒഴിച്ച് നമുക്ക് ജസ്റ്റ് അങ്ങ് വേവിക്കാം. ഒഴിക്കുവാട്ടോ. വേവാൻ പാകത്തിന് അങ്ങ് ഒഴിക്കുന്നതാണ്. ഇതിൽ വേവണമല്ലോ കിടന്ന്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം മറ്റേതിൻ്റെ ഒപ്പം. ഇനി ഇത് വേവട്ടെ കേട്ടോ. മൂടി വെക്കണം. നമുക്ക് മൂടി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കണം മുട്ട എന്തായി എന്നുള്ളത്. മൂടി വെക്കട്ടെ. എന്നാ മൂടി വെച്ചോളൂ. സിമ്മിൽ കിടന്ന് വേവണം. മൂടി വെച്ചോ. ഇവിടെ ഇരിക്കട്ടെ. തുറക്കുന്നു നോക്കുവാട്ടോ. വേവായിട്ടുണ്ട്. ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഈ ബർണറിൽ നിന്ന് മാറ്റിയില്ലേ, അപ്പുറത്തെ തട്ടയിലേക്ക് വെക്കാം. തണുക്കണോ? തണുക്കട്ടെ. അങ്ങ് കൊണ്ടേ വെക്കാം. അപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മള് വേവ് ഏതാണ്ടായിട്ടുണ്ടാവും. ഒന്ന് തുറന്ന് നോക്കാം. ഏതാണ്ടൊക്കെ പരിവായി കേട്ടോ. ഒരു 3/4 വേവായിട്ടുണ്ട്. അമ്മ 2ാം പാല് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കപ്പില്. അന്നേരം 3/4 ഒഴിച്ചോളൂ. ആ ഒഴിക്കാനുള്ളത് ബാക്കി അങ്ങ് ഒഴിക്കുക. ഒഴിക്കുക കേട്ടോ. അതിലേക്ക് ചാറ് വേണമല്ലോ എന്തായാലും. സിമ്മില് ഈ സിമ്മില് മതി. സിമ്മിലിട്ട് റെഡിയാക്കണം, അല്ലെങ്കിൽ ചാറ് പറ്റി പോവാ. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഇച്ചിരി മസാല ചേർക്കാനുണ്ട്. ഈ എഗ്ഗ് മസാല ചേർത്ത് കൊടുക്കേണ്ട സമയമായി.
ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ ജസ്റ്റ് പൊടിക്ക് ഉപ്പോടെ ചേർത്തേക്കാം. തലപ്പാലും ഒക്കെ ഒഴിക്കാനുള്ള ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്തോളുക. ചേർത്ത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വല്പം മസാല ചേർക്കണം. എഗ്ഗിൻ്റെ എഗ്ഗ് മസാലയായിട്ട് നമ്മൾ മേടിച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് ചേർക്കണം. എന്തേ ഒരു കുറച്ച് മതി. ഇത് ശരിക്കും ചേർക്കണത് നമ്മൾ വേറൊരു എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്നാള് പറഞ്ഞില്ല ഈസ്റ്റർ കഴിയുമ്പോ നമുക്ക് ഉണ്ടാക്കാന്ന്. എഗ്ഗിന്റെ നമ്മള് സാധാരണ മറ്റേ എഗ് റോസ്റ്റേ അതിന് ഇതേ ഇത്രയും മതി. ഇതിന് മറ്റേ എഗ് റോസ്റ്റിനാണ് കൂടുതൽ ചേർക്കേണ്ടത്. ഇതിനൊരു സ്വല്പം മതി, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. കണ്ടോ ഇട്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ ഇതിന് ഉടഞ്ഞു പോവരുത്. ഉടഞ്ഞു പോയാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷണം ഉണ്ടാവൂല. ഇത് മപ്പാസ് എന്ന് പറയുമ്പോൾ കഷണം കുറച്ച് കാണണം ഇത്. അതുകൊണ്ട് ഇങ്ങനെ തീരെ ഇങ്ങനെ ഇതുപോലെ ആയി പോരുന്ന ഉടഞ്ഞ് ഇങ്ങനെ അരഞ്ഞ പോലെ ആയി പോകരുത്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാല് കൂടെ എടുത്ത് വെച്ചിട്ടില്ല, തലപ്പാല്. ആ തലപ്പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് ഫുൾ ചേർക്കണോ? മുഴുവൻ ചേർക്കണം. അല്ല ഫുൾ ചേർക്കണം. ഞാൻ ചേർക്കട്ടെ മമ്മ? ഞാൻ ചേർക്കാം കേട്ടോ. ഞാനാണേ ചേർക്കണേ. മമ്മയുടെ പോലെയാണോ നിങ്ങൾ കണ്ടിട്ട് പറയാട്ടോ. ഫുൾ ചേർക്കട്ടെ? ഫുള്ള് ചേർത്ത് കേട്ടോ. ഞാൻ ഒന്നുമില്ല അതേ പാത്രത്തില്. പാത്രം കാലി. അതെ, അത് ചേർത്തപ്പോ കണ്ടോ കളറ്. ഒറിജിനൽ കളർ, നല്ല കളറായി നല്ല കളർ. ഇനി നമുക്ക് വേറൊരു പണിയുണ്ട്. ഇതൊന്നും ചെയ്യണ്ട. ഇത് നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നന്നായിട്ടുണ്ടോ ഒഴിച്ചതൊക്കെ എല്ലായിടും. ഈ സ്പൂൺ കൊണ്ട് ഇളക്കണം. എന്തിനാന്ന് വെച്ചാൽ എല്ലായിടും മിക്സ് ആവാൻ. അതൊക്കെ അറിയാലോ, ആരും പറയേണ്ട കാര്യമില്ല. അതെ, ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് ആ മുട്ട ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കുക. അത് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് വെക്കണം. എന്നിട്ട് ഇപ്പൊ കാണിക്കാം. എന്നിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. കേവലം ഒരു അരമണിക്കൂർ മതി. അത്രേ ഉള്ളൂ. മപ്പാസ് നല്ല കറിയല്ലേ, എനിക്കിഷ്ടം. ഇടയ്ക്ക് ഒരു ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലതാ. പുട്ടിന് പുട്ടിന് വരെ ഉപയോഗിക്കും. ഇടിയപ്പം, പൊറോട്ട പിന്നെ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ചപ്പാത്തി അല്ലേ കൂടുതലും. ഇപ്പൊ കണ്ട ശരിക്കുള്ള മപ്പാസിന്റെ കളർ വന്നേ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രേ ഉള്ളൂ. തിളയ്ക്കാനിരിക്കരുത്. ചൂടായി കഴിയുമ്പോൾ വാങ്ങണം. തലപ്പാൽ ഒഴിച്ച് അങ്ങനെ ചില സിറ്റുവേഷനിൽ തലപ്പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തലപ്പാൽ ഒഴിച്ച് ചൂടാവുക പാടുള്ളതെന്ന് പറയണം. ഒരു മണമൊക്കെ വന്നില്ലേ? നോക്കിക്കേ ഇപ്പൊക്കെ മതിയോന്ന്. ചൂടാക്കട്ടെ. ടേസ്റ്റ് ചെയ്യാൻ പോട്ടെ കേട്ടോ. കറക്റ്റ് ആട്ടോ, ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇച്ചിരി ഉപ്പ് ഇടയ്ക്കൊന്നും ചേർത്തല്ലോ. കറക്റ്റ് ഉപ്പ. തലപ്പാൽ ഒഴിക്കുന്നതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഇനി മുട്ടയും കൂടെ ചേർന്ന് അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. മുട്ട നമുക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് അതിലിടാം. ഒരു മുട്ട രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് കാണിക്കാം. അങ്ങനെ പോലെ രണ്ടെണ്ണം എടുത്തോളൂ. കഴിക്കില്ലല്ലോ. അപ്പൊ ഒട്ടും കഴിക്കൂല. നീ ഓഫ് ചെയ്തിട്ടേ. ഇതിന്റെ പരിപാടി കഴിഞ്ഞു. നീ നമുക്ക് മുട്ട പരിപാടി ചെയ്യാം കേട്ടോ. മാറ്റട്ടെ. അപ്പൊ ഈസ്റ്ററിന് കൊറേ നമ്മള് ആഹാരമൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് കറി ഉണ്ടാക്കാൻ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഒരു 1/2 മണിക്കൂറുള്ളിൽ നല്ല സ്വാദിഷ്ടമായ ഒരു മുട്ടക്കറി കൂടി സൈഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഈസ്റ്ററിന് രാവിലെ നമ്മൾ അപ്പം ചുടുമ്പോ രാവിലെ എഴുന്നേറ്റ് കറിയും ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ 8-8 അപ്പം ചുട്ടാ മതി. കഴിക്കാറാകുമ്പോഴത്തേക്ക് അപ്പം ചുട്ട് കഴിഞ്ഞാൽ മുട്ടക്കറി അപ്പം ഇഷ്ടമുള്ളവർക്കല്ലേ. പിന്നെ നമുക്ക് മുട്ടയുടെ പരിപാടി നോക്കിയാലോ? നമ്മളിത് ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയ മുട്ട തൊണ്ട് കളയാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് തൊണ്ട് കളയാൻ പറ്റും കേട്ടോ. രണ്ടിന്റെ ഒട്ടും പൊട്ടാതിരിക്കണുണ്ടോ? ഉപ്പിട്ടത് കൊണ്ട് ഒട്ടും പൊട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ഉപ്പിട്ടില്ലെങ്കിലും പൊട്ടാതിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ പൊട്ടിപ്പോയെങ്കിൽ ഒരു വിഷയമാവൂല പിന്നെ പുഴുങ്ങമ്പേ. അതുകൊണ്ടാണ് ഞാൻ സ്വല്പം പൊടിക്ക് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ പച്ചവെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം കുറച്ചോടെ. അപ്പൊ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ.
മേക്കയും ഒഴിച്ചു വെച്ചാൽ പെട്ടെന്ന് തണുത്തോളൂ അതിനാട്ടോ. ശരി. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാമല്ലോ. ചേർക്കാം. ഇതിന് വേണ്ടി ഇനി നമുക്ക് മുട്ട പച്ചവെള്ളത്തിലിട്ടപ്പോൾ പെട്ടെന്ന് ചൂടാറി. ഇനി പൊട്ടിച്ചോ. ഞാൻ എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടൊന്ന് മുട്ടണതാ പൊട്ടിക്കാൻ. ഇങ്ങനെ ഇങ്ങനെ ഞാൻ പുറത്തു കൊണ്ടുപോയി ചെയ്യാറ് തട്ടയിൽ ഇവിടെ. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാ നമ്മുടെ മെതേഡൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ജസ്റ്റ് കണ്ടു കാണാമോ? കാണാം. ഇനി തൊലി പൊളിക്കിട്ടാ തൊണ്ട. ഒരു മിനിറ്റ്. പുതിയ മുട്ടയാണ്, അതുകൊണ്ട് തൊലി പൊളിഞ്ഞ് പോരാൻ ഇച്ചിരി വിഷമം ഉണ്ടാകും. പുതിയ മുട്ടയ്ക്ക് തൊലി പൊളിയാൻ ഇച്ചിരി താമസം. വിട്ട് പോരും. അതാ പൊളിച്ചെടുക്കാൻ നമുക്ക് ഇച്ചിരി വിട്ട് പോന്നാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ മുട്ട തൊണ്ട് കളഞ്ഞു വെച്ചു. ഇനി ഒരു മുട്ട ഫുള്ളായിട്ട് കറിയിലേക്ക് ചേർക്കാം. വെച്ചട്ടെ? ഫുൾ മുട്ട. ഇനി ഒരെണ്ണം അമ്മ രണ്ടായിട്ട് കട്ട് ചെയ്തേച്ചാ വെക്കണം. അതാ നല്ലത്. അതിലേക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. കട്ട് ചെയ്തോളൂ. കണ്ടോ? രണ്ട് പീസാക്കി. ഇനി മുട്ടക്കറിയിലേക്ക് ചേർത്താലോ? ചേർക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിയൊക്കെ ഒന്ന് കോരി ഇതിലേക്ക് ആക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡിസ്പ്ലേക്ക് എടുത്താലോ? എടുക്കാം. കറി ഉണ്ടാക്കി വെച്ചാൽ ചപ്പൻ ചുട്ടാൽ മതി. ശരിക്കും രാവിലെ കറി ഉണ്ടാക്കുക. അപ്പൊ ഒരു 9-8 കഴിയാതെ ആരും കഴിക്കൂല. അപ്പൊ നമുക്ക് ആ സമയത്ത് അന്നേരം തലേദിവസം ആട്ടിച്ചിട്ടേച്ച് അപ്പൊ അന്നേരം ചുടുക കഴിക്കാൻ. നേരത്തെ കറി ചുട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല. അപ്പവും മുട്ടക്കറി. ഇനി മറ്റേ മുട്ടക്കറിയും കാണിക്കണ ഒരു ദിവസം നമുക്ക്. മുട്ട മപ്പാസ് കോരി എടുക്കാം. ഇതിന് കടുക് ഉറക്കൂല കേട്ടോ. മപ്പാസിന് കടുക് ഉറക്കൂല. അങ്ങനെയുണ്ട്. മുഴുവൻ മുട്ട ഇടണോ? മുഴുവൻ മുട്ട ഇട്ടോ. ഇടാം. ഒന്ന് മുഴുവനും ഒന്ന് സ്ലൈസ് ചെയ്തു അല്ലേ? കട്ട് ചെയ്ത് ഹാഫ്. പിന്നെ ഞാൻ ചോദിച്ചില്ലേ? ഞാൻ കാണിച്ചു. പച്ചമുളക്. അടിപൊളി. കാണാലോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുന്നു. റെഡിയായി. കറക്റ്റ്. ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഞാനൊന്ന് പിടിച്ചോട്ടെ കേട്ടോ. ശരിക്കും ചൂടുണ്ട് മോനേതാ. ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ, കൈ ചൂട് വരും. അപ്പൊ വീഡിയോ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയുമല്ലോ അല്ലെ? കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കില്ലല്ലോ അല്ലെ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. mommas.kitchen65 എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അവിടെയും പോയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ.